നമസ്തേ, ഏവർക്കും ഗംഗോത്രി വേദിക്സിലേക്ക് സ്വാഗതം. നമ്മളുടെ നാരായണീയ പഠനത്തിൽ ദശകം 3 നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ അവസാനത്തെ ശ്ലോകമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്, അതായത് 10ാമത്തെ ശ്ലോകം. ശ്ലോകം എന്താണെന്ന് നമുക്ക് നോക്കാം. കിമുക്തൈർഭൂയോഭിസ്തവ ഹി കരുണാ യാവദുദിയാദഹം താവദ്ദേവ പ്രഹിത വിവിധാർത്ഥ പ്രലപിത പുരക്ലിപ്തേ പാദേ വരദ തവ നേഷ്യാമി ദിവസാൻ യഥാശക്തി വ്യക്തം നതിനുതി നിഷേവാ വിരചയൻ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഇനി നമുക്കിതിൻ്റെ സന്ധിവിച്ഛേദവും പദച്ഛേദവും നോക്കാം. സന്ധിവിച്ഛേദം: കിം പ്ലസ് ഉക്തൈഹി പ്ലസ് ഭൂയോഭിഹി തവ കരുണ യാവത് പ്ലസ് ഉദിയാത് അഹം താവത് പ്ലസ് ദേവ. ദേവ കഴിഞ്ഞിട്ട് സംബോധനാരൂപം എക്സ്ക്ലമേഷൻ മാർക്കുണ്ട്. പ്രഹിത വിവിധാർത്ഥ പ്രലപിതഃ പുരഃ ക്ലിപ്തേ പാദേ വരദ. വരദ കഴിഞ്ഞിട്ട് വീണ്ടും സംബോധനാരൂപം വരുന്നു. തവ നേഷ്യാമി ദിവസാൻ യഥാശക്തി വ്യക്തം നതിനുതി നിഷേവാഹ വിരചയൻ. സന്ധിവിച്ഛേദം കഴിഞ്ഞു. ഇനി പദച്ഛേദം നോക്കാം. പ്രഹിത വിവിധാർത്ഥ പ്രലപിതഃ. പ്രഹിത വിവിധ ആർത്ത പ്രലപിതഃ യഥാശക്തി. യഥാശക്തി നതിനുതി നിഷേവാഹ. നതി നുതി നിഷേവാഹ. പദച്ഛേദവും കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ശ്ലോകത്തിന്റെ അർത്ഥം എന്താണെന്ന് നോക്കാം. ഭഗവാന്റെ കരുണ ഉണ്ടാകുന്നത് വരെ, അതായത് രോഗം മാറുന്നത് വരെ ക്ഷേത്രദർശനം നടത്തുമെന്ന് പറഞ്ഞ് വേദനയോട് വിലപിക്കുന്ന ഒരു ശ്ലോകത്തോടു കൂടി ഈ ദശകം ഇവിടെ തീരുകയാണ്. ഒരു സുഹൃത്തിനോട് പറയുന്നത് പോലെ ആവലാദികൾ പറയുകയാണ് ഈ ദശകത്തിൽ ആദ്യന്തം. നമ്മൾ ആദ്യം കണ്ടതാണ്. പലതരത്തിൽ പല ശ്ലോകത്തിലും നമ്മൾ കണ്ടു, എന്തേ എനിക്കിങ്ങനെ സംഭവിച്ചത്, എന്നോടെന്തേ കരുണയില്ലേ, മറ്റുള്ള മഹർഷിമാരും ശ്രേഷ്ഠന്മാരും ഒക്കെ എത്ര ആരോഗ്യവാന്മാരായിട്ട് ഉലകം ചുറ്റുന്നു, എനിക്കെന്തേ അങ്ങനെ സാധിക്കുന്നില്ല, എനിക്ക് എന്തുകൊണ്ട് നടന്ന് അവിടുത്തെ തിരുനടയിൽ വരാൻ സാധിക്കുന്നില്ല, എന്നെ എന്തിനിങ്ങനെ ഒരു രോഗിയാക്കി, ഇങ്ങനെ പലതരത്തിലുള്ള ആവലാദികൾ ഭഗവാനോട് ഭട്ടതിരിപ്പാട് ചോദിക്കുന്നുണ്ട്. ഇവിടെ പറയുന്നു ഭൂയോഭിഹി ഉക്തൈഹി കിം. വളരെ പറഞ്ഞിട്ട് എന്താ കാര്യം, ഒത്തിരിയൊക്കെ പറഞ്ഞ് പരാതികളൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം. വരദ ദേവ തവ കരുണ. ഭക്താഭീഷ്ടങ്ങൾ നൽകുന്ന എൻ്റെ ഭഗവാനെ, വരദ ദേവ തവ കരുണ, എല്ലാ കാര്യങ്ങളും എല്ലാ അഭീഷ്ടങ്ങളും സാധിച്ചു തരുന്ന എൻ്റെ ഈശ്വര. യാവത് ഉദിയാ താവത്. നിന്തിരുവടിയുടെ കരുണ ഉണ്ടാകുന്നത് വരെ, അതായത് തവ കരുണ യാവത് ഉദിയാ താവത്. ഭഗവാന്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരുന്ന ഭഗവാന്റെ കരുണ ഉണ്ടാകുന്നത് വരെ അഹം പ്രഹിത വിവിധാർത്ഥ പ്രലപിതഃ. ഞാൻ പലതരത്തിൽ അല്ലെങ്കിൽ പലവിധം ആവലാതി പറയുന്നതെല്ലാം ഉപേക്ഷിച്ചു. പലതരത്തിലെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ പറയുന്നത്, അല്ലെ ദുഃഖങ്ങൾ പറയുന്നതെല്ലാം ഞാൻ അങ്ങ് ഉപേക്ഷിച്ചു. പുരഃ ക്ലിപ്തേ തവ പാദേ. മുമ്പിൽ വിളങ്ങുന്നവനായ നിന്തിരുവടിയുടെ തൃപ്പാദങ്ങളിൽ, ഗുരുവായൂര് തിളങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരുന്ന നിന്തിരുവടിയുടെ തൃപ്പാദങ്ങളിൽ യഥാശക്തി നതിനുതി നിഷേവാഹ വിരചയൻ. എൻ്റെ കഴിവ് പോലെ, യഥാശക്തി എനിക്ക് പറ്റുന്നത് പോലെ നമസ്കാരം, സ്തുതികൾ, ഭജന, പൂജ എന്നിവ ചെയ്തുകൊണ്ട് ദിവസാൻ നേഷ്യാമി വ്യക്തം. ദിവസങ്ങളെ ഞാൻ കഴിച്ചുകൂട്ടും, തീർച്ചയാണ്. അതായത്
യഥാശക്തി എനിക്കിപ്പോൾ കാലിന് എൻ്റെ ശരീരം മുഴുവൻ വേദനയാണ്, എനിക്ക് നടക്കാൻ പറ്റുന്നില്ല. പക്ഷേ യഥാശക്തി എനിക്ക് കഴിയുന്നത് പോലെ, എനിക്ക് നടക്കാൻ പറ്റത്തില്ലെങ്കിൽ എനിക്ക് എങ്ങനെയാണോ അവിടുത്തെ ഭജന നടത്താൻ പറ്റുക, പൂജ, സ്തുതികൾ, ഭജന, പൂജ, നമസ്കാരം, ഇതൊക്കെ ചെയ്യാൻ എങ്ങനെയാണോ എനിക്ക് പറ്റുന്നത് അതുപോലെ ഞാൻ ചെയ്തുകൊണ്ട്, ഇപ്പം 3-ാമത്തെ ദിവസമേ ആയിട്ടുള്ളൂ ഞാൻ ഭജന ഇരിക്കാൻ തുടങ്ങിയിട്ട്. 100 ദിവസമാണ് ഭട്ടതിരിപ്പാട് ഭജന ഇരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ബാക്കിയുള്ള ദിവസങ്ങളും ഞാൻ എനിക്ക് പറ്റുന്നത് പോലെ ഞാൻ പൂജയും കാര്യങ്ങളും ചെയ്ത് കഴിച്ചു കൂട്ടും. അത് തീർച്ചയാണ്. ഇനി പരാതി പറച്ചിലൊന്നുമില്ല. പരാതിയെല്ലാം നിർത്തി, ആവരാതിയൊക്കെ നിർത്തി, മുന്നിൽ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന അങ്ങയുടെ മുമ്പിൽ കഴിവ് പോലെ ഭജിച്ചുകൊള്ളാം. ഇതാണ് ഭട്ടതിരിപ്പാട് പറയുന്നത്. രോഗം കൊണ്ടും മനോബലമൊക്കെ പോയതുകൊണ്ടും ആവലാതി ഒന്നും ഇനിയും പറയുന്നില്ല. ഭജിച്ചുകൊള്ളാം. ഇനി ഭക്തി മാത്രമേ ഉള്ളൂ രക്ഷ എന്ന് ഭട്ടതിരിപ്പാടിന് മനസ്സിലായി. അതായത് പൂർവ്വജന്മത്തിൽ ചെയ്തതിൻ്റെ ഫലമാണ് നമ്മൾ ഈ ജന്മത്തിൽ അനുഭവിക്കുന്നത്. ഭഗവാനോട് പരാതി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നമ്മൾ ചെയ്ത കർമ്മത്തിൻ്റെ ഫലങ്ങളാണ് നമ്മൾ അനുഭവിക്കുന്നത്. അതിന് ഭഗവാനും തടുക്കാൻ സാധിക്കുകയില്ല. അത് മനസ്സിലാക്കി എല്ലാ തരത്തിലും ഭഗവാനെ ആശ്രയിക്കുക. നമ്മളത് മനസ്സിലാക്കിയിട്ട് എല്ലാ തരത്തിലും അങ്ങോട്ട് കാല് പിടിച്ച് അല്ലെങ്കിൽ ഭക്തിയോടുകൂടി സർവ്വതും ഈശ്വരനാണ്, സർവം ഈശ്വരമയം, സർവവും ഗുരുവായൂരപ്പൻ എന്ന് കണ്ടുകൊണ്ട് ആശ്രയിക്കുക. ഇവിടെ പ്രാരാബ്ദങ്ങളൊക്കെ തീർന്നിട്ട് ഭഗവാനെ വിളിക്കാം, അല്ലെങ്കിൽ ഇനി ഈശ്വരവിശ്വാസിയാകാം എന്ന് ഒരിക്കലും വിചാരിക്കരുത്. കാരണം ജീവിതത്തിൽ ഒരിക്കലും പ്രാരാബ്ദങ്ങൾ തീരുകയില്ല. എത്ര തിരക്കിലും എത്ര പ്രാരാബ്ദത്തിനിടയിലും നമ്മൾ ഈശ്വരനെ സ്മരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പരാതികൾ പറയാതെ അവനവനെ സാധിക്കും വിധത്തിൽ യഥാശക്തി ഭജിക്കുക, പൂജിക്കുക, സകലതും അർപ്പിച്ച് ആശ്രയിക്കുക. ഈ ദശകത്തിൽ നിന്ന് ഭട്ടതിരിപ്പാട് നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഭഗവാനോട് പരാതികളും പരിഭവങ്ങളും ഒന്നും പറഞ്ഞിട്ട് കഥയില്ല. കാരണം അത് നമ്മുടെ കർമ്മഫലമാണ്. പിന്നെ ഭക്തി കൊണ്ട് ഭഗവാനെ ഭക്തി കൊണ്ട് ആശ്രയിക്കുക. പരാതിക്കൊന്നും സ്ഥാനമില്ലാതെ ഭക്തിക്ക് മാത്രമാണ് ഇതിൽ സ്ഥാനം എന്നാണ് ഈ ദശകത്തിൽ നമുക്ക് ഭട്ടതിരിപ്പാട് മനസ്സിലാക്കിച്ചു തരുന്നത്. ഹരേ കൃഷ്ണ.